മനസ്സിന് വേണ്ടി ഒന്നാന്തരം. വയലോരം വീട്ടിലെത്തുന്ന വിനായകൻ കുട്ടിമണിയെ ഭീഷണിപ്പെടുത്തുന്നു. പിച്ചളയുടെ ഹോസ്പിറ്റൽ ബിൽ വിനായകൻ അടച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പിച്ചള മനസ്സിജനോട് പറയുന്നു. ശിവാനിയെ വിട്ടുതരില്ലെന്ന് വിനായകനോട് പറയുന്ന മനസ്സിജൻ. തുടർന്ന് കാണുക. ഒരാളെ ഞാൻ വെറുതെ വിടില്ല, എല്ലാരും ഞാൻ കോടതി കയറ്റും. ഞാനേ വക്കീല്. ഒബ്ജക്ഷൻ യുവർ ഓണർ. സൈലൻസ് സൈലൻസ്. ഒറ്റരാളും മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? സൈലൻസ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എല്ലാരും നിശബ്ദത പാലിക്കണം. ഇപ്പോഴാണോ വരുന്നത്? എത്ര മണിക്കൂർ ലേറ്റ് ആണെന്ന് അറിയാമോ? വാച്ച് നോക്കങ്ങോട്ട്. മോളെ, എന്റെ മോള് കണ്ണാടിയിലൊന്ന് പോയി നോക്കിയേ. എന്തൊരു കോലവായത്. ചെറുപ്രായം തൊട്ടേ നിന്റെ ഏതെങ്കിലും കാര്യത്തിൽ അമ്മ ശ്രദ്ധ വെക്കാതിരുന്നിട്ടുണ്ടോ? എപ്പോഴും ഒരു പാവക്കുട്ടിയെ പോലെ മോളെ ഒരുക്കിക്കൊണ്ട് നടന്നതല്ലേ ഈ ഞാൻ. പാവ. നീ ആഗ്രഹിച്ചിരുന്ന വസ്ത്രം, നീ ആഗ്രഹിച്ചിരുന്ന ഡിസൈൻ, ഫാഷൻ, അങ്ങനെ എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നോ? നിന്റെ ഈ കോലം കാണുമ്പോ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. ഇവിടെ നിശബ്ദത പാലിക്കണം. ഇതൊരു കോടതി മുറിയാ. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൾ അതുപോലെ അനുസരിക്കില്ലേ? എന്താ മോളെ, അനുസരിക്കില്ലേ? എന്താ രാക്ഷസിക്ക് ബോധിപ്പിക്കാനുള്ളത്? വേഗം പറഞ്ഞിട്ട് പോയേ. മോളെ, നിന്റെ ഈ പൊട്ടങ്കളിയൊക്കെ അവസാനിപ്പിച്ച് അമ്മ പറയുന്നത് ഗൗരവത്തിൽ നീ കേൾക്കണം. ലോകത്തൊരച്ഛനും സ്വന്തം മകളുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധ ചെലുത്തിയാലും അതിന് അതിൻ്റെതായ ഒരു പരിധിയുണ്ട്. പെൺകുട്ടിയായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നതെങ്കിൽ അവൾക്കൊരമ്മയുടെ തണലില്ലാതെ ഒരിക്കലും വളർന്നു വലുതാകാൻ കഴിയില്ല മോളെ. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഈ അമ്മ ഒരാളാ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് എല്ലാം മറന്ന് എന്നെ അമ്മയെന്നൊന്ന് വിളിച്ചേ. നിങ്ങൾ ഏത് അമ്പലത്തിലെ അമ്മയാ? കണ്ടിട്ട് ഭദ്രകാളിനെ പോലെ ഉണ്ടല്ലോ. മോളെ, ഈ വീട്ടിൽ നമ്മൾ ഇനി തങ്ങുന്നത് ആപത്താ. ഇന്നലെ രാത്രി ഉണ്ടായ അനിഷ്ട സംഭവം എന്റെ മോളൊന്ന് മനസ്സിലാക്ക്. ആ അജ്ഞാതൻ ഇനിയും വരും. അവൻ എന്നെയും കൊല്ലും, എന്റെ മോളെയും കൊല്ലും. എങ്കിൽ ഞാനും അവനെ കൊല്ലും. അങ്ങനെ വിടൂല. അതിന് നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല മോളെ. നമ്മള് സ്ത്രീകളല്ലേ. നമുക്ക് പുരുഷന്മാരുടെ അത്ര ശക്തിയും മനക്കരുത്തും ഒന്നും ഇല്ല മോളെ. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിലെ വാസം ഇന്നത്തോടെ അങ്ങ് അവസാനിപ്പിക്കാം. എന്താ? മാണിക്യമംഗലം വീട് എന്ന് മോള് കേട്ടിട്ടില്ലേ? ഒരിക്കൽ മോൾ ആ വീട്ടിലെ രാജകുമാരിയായിരുന്നു. മോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. അവിടെ കുതിരവണ്ടിയുണ്ടോ? എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ കൊതിയാവുന്നു. കുതിരപ്പുറത്തോ ആനപ്പുറത്തോ അങ്ങനെ എവിടെ വേണമെങ്കിലും മോൾക്ക് കയറാം. മോൾ ആഗ്രഹിക്കുന്നതെല്ലാം മാണിക്യമംഗലത്തെ വീട്ടിലുണ്ട്. രാക്ഷസിയോട് കള്ളം പറയുന്നല്ലേ? അയ്യോ അല്ല മോളെ, എന്റെ മോളുടെ സ്വന്തം വീടാ മാണിക്യമംഗലത്ത് വീട്. അവിടേക്ക് നിന്നെ ഈ കോലത്തിൽ കൊണ്ടുപോയി ഇറക്കില്ല ഞാൻ. ഒരു നല്ല ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മോളെ ഞാൻ പഴയതുപോലെ സുന്ദരിയാക്കും. മുഖത്തെ ഈ കരിവാളിപ്പൊക്കെ കളഞ്ഞ് നല്ല സുന്ദരിയാക്കും ഞാൻ. എനിക്ക് ഫേഷ്യൽ ചെയ്യണം. ചെയ്യാം. പിന്നെ ഈ മുടിയൊക്കെ ഇല്ലേ, മുടിയൊക്കെ നേരെ ആക്കണം. അതും ചെയ്യാം. നമ്മൾ എപ്പോഴാ പോകുന്നേ? വാ ഇപ്പൊ പോകാം. അതിനു മുമ്പ് മോൾ അച്ഛനോട് ഈ ഫോണിൽ വിളിച്ചു പറയണം, മോക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വയ്യ, മാണിക്യമംഗലം വീട്ടിലേക്ക് പോണമെന്ന്. എന്താ മോളങ്ങനെ പറയില്ലേ? പറയാം, അച്ഛനോട് ഞാൻ പറയാം. മോൾക്ക് മാണിക്യമംഗലത്ത് വീട്ടിലേക്ക് പോയേ പറ്റൂന്ന് എന്റെ പൊന്നുമോള് വാശി പിടിക്കണം. അച്ഛൻ എത്ര എതിർത്താലും എന്റെ മോളുടെ വാശി വേണം ജയിക്കാൻ. ജയിക്കും. ഇന്നാ മോളെ അച്ഛനാ. അച്ഛാ, എന്റെ പുന്നാര അച്ഛാ, ഇത് ഞാനാ.
മാണിക്യമംഗലത്ത് പോണെന്ന് പറ. ആ, 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 അച്ഛാ അതെ, ഈ രാക്ഷസി പറയുവാ എന്നെ കൊണ്ട് ഇവിടുന്ന് പോകുന്നു. എങ്ങോട്ടാണെന്നോ? മാണിക്യമംഗലം വീടുന്നൊരു കൊട്ടാരത്തിലേക്ക്. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോണ്ടച്ചാ. അച്ഛന്റെ പൊന്നുമോക്ക് ഈ വീട്ടിൽ കഴിയുന്നതാ ഇഷ്ടം. ഇവിടെ എന്ത് രസമാണെന്ന് അറിയോ? അയ്യോ എന്റെ അച്ഛൻ. അതെ, എന്റെ അച്ഛൻ പറഞ്ഞല്ലോ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ടെന്ന്. എനിക്ക് ഈ വീടാണ് ഇഷ്ടം. രാക്ഷസിക്കെ അച്ഛൻ വെച്ചിട്ടുണ്ട്. അച്ഛനിങ്ങ് വന്നോട്ടെ, ശരിയാക്കി തരും. നോക്കിക്കോ, എല്ലാം ഇടി. മനഃപൂർവ്വം ഇവളെന്നെ പൊട്ടം കളിപ്പിക്കുക. എല്ലാം തലയാട്ടി കേട്ടിട്ട് ബോധപൂർവ്വം അവള് മലക്കം മറിഞ്ഞത് കണ്ടില്ലേ? ഇവൾക്ക് ശരിക്കും വട്ട് തന്നെയാണോ, അതോ വട്ട് അഭിനയിക്കുന്നതോ? കാണുന്നില്ലല്ലോ. എല്ലാവരും പോയി. എന്താടാ സഞ്ജു? ആന്റി, മതികല എവിടെ ആന്റി? മതികലയല്ല അവള്, ചതികലയാ. നീ എന്തിനാ അവളെ ഇങ്ങനെ ഭയക്കുന്നത്? അവൾക്ക് ഭ്രാന്തൊന്നും ഇല്ലടാ. ആന്റി, മതിയുടെ ഭ്രാന്തൊക്കെ മാറിയോ? എടാ സഞ്ജു, നീ മുമ്പ് പറഞ്ഞിട്ടില്ലേ മതിയുടെ ഭ്രാന്തിൽ നിനക്ക് ചില സംശയങ്ങളുണ്ടെന്ന്? പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചില സംശയങ്ങളായിരുന്നല്ലോ. അന്ന് നിനക്ക് തോന്നിയതുപോലെ ചില സംശയങ്ങൾ ഇപ്പൊ എനിക്കും ഉണ്ട്. എന്റെ മനസ്സ് പറയുന്നു മതിക്ക് ഭ്രാന്തില്ലെന്ന്. അവള് മനഃപൂർവ്വം ഭ്രാന്ത് അഭിനയിക്കുകയാണെന്ന്. അല്ല, ഇങ്ങനെ പെട്ടെന്നൊരു തോന്നൽ ആന്റിക്കുണ്ടാവാൻ കാരണം എന്താ? അവളുടെ ചില പെരുമാറ്റങ്ങൾ കാണുമ്പോ എനിക്കങ്ങനെ തോന്നിപ്പോവാ. എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് എന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നത് പോലെ. ആന്റി, അവളെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ആന്റി, അവള് തനിച്ചിരിക്കുമ്പോ ഈ കോപ്രായങ്ങളൊക്കെ അവിടെയും കാണിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? ആന്റി, അവക്ക് ശരിക്കും വട്ടാണോന്നറിയാൻ മറ്റൊരു വഴിയുണ്ട്. എന്തു വഴി? അവൾ അറിയാതെ നമുക്ക് ഈ വീടിന്റെ പല കോണുകളിലും CC ക്യാമറ വയ്ക്കാം. ഈ വീട്ടിലോ? എടാ, ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് ചാടിപ്പോകാനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് മതിയുടെ അച്ഛൻ, ആ നാണം കെട്ട മനുഷ്യൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ തടവറയല്ലേ? മാണിക്യമംഗലത്ത് വീട്ടിലെ ജലജകുമാരിയെ അയാളിപ്പോ ഒരു തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുക. എന്തിന്? ജീവിതം പഠിപ്പിക്കാൻ. എന്നെ അയാള് ജീവിതം പഠിപ്പിക്കണ്ട. ലോകം ഒരുപാട് കണ്ടവളാ ഞാൻ. ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഈ വീട്ടിൽ നിന്ന് പുറത്തു ചാടണം. ചാടണം? പക്ഷെ തമ്പിയുടെ സമ്മതമില്ലാതെ ഇപ്പോഴതിന് സാധ്യമല്ല. എന്റെ വാക്കുകളെയല്ല അയാൾ ഇപ്പൊ വിശ്വസിക്കുന്നത്. മതി എന്തു പറഞ്ഞാലും അതിനൊത്തു തുള്ളാൻ പരുവത്തിലായിട്ടുണ്ടയാൾ. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ മോളെ വെച്ച് ഞാൻ ഒരു തന്ത്രം പയറ്റി നോക്കിയത്. എന്റെ വാക്കുകളെല്ലാം അവള് മൂളിക്കേട്ടു. എനിക്ക് വാക്കും തന്നതാ. എന്നിട്ട് തമ്പിയെ വിളിച്ചപ്പോ അവളെല്ലാം തകിടം മറിച്ചു. അയാളുടെ മുന്നിൽ ഞാൻ വീണ്ടും മോശക്കാരിയായി. മാണിക്യമംഗലത്തിലേക്കുള്ള വഴി ഇന്നത്തോടെ അവൾ അടച്ചു തന്നിട്ടുണ്ട്. ഭ്രാന്തല്ല അപ്പൊ അവള് കാണിച്ചത്, ബോധപൂർവമുള്ള ഒരു പരിഹാസ നാടകം. എടാ സഞ്ജു, അവൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം എനിക്കറിയണം. തെളിയിക്കാന്റി, അതിന് അതിന് പറ്റൊരാളെ ഞാൻ ഈയിടെ കണ്ടുമുട്ടിയായിരുന്നു. ഒരു സിദ്ധൻ. അയാൾ എനിക്ക് വിശ്വാസാ. ആള് കേമനാ. ഒരാൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറയും. കൈനോട്ടക്കാരനാ? അല്ലല്ല, മഹാസിദ്ധൻ. നാഡീ ഞരമ്പുകൾ പിടിച്ചു നോക്കി അയാള് ലക്ഷണം പറയും. മതി കാണിക്കുന്നത് ഭ്രാന്ത് നാടകമാണെങ്കിൽ അത് ഇന്നത്തോടെ പൊളിക്കാം. പൊളിക്കണോടാ? എങ്കി നീ വേഗം പോയി അയാളെ കണ്ടെത്തിക്കൊണ്ടുവാ. ഇവിടെ നിന്ന് സമയം കളയണ്ട.
ആന്റി സമാധാനായിട്ടിരിക്കേ, അയാളെയും കൊണ്ടേ ഞാൻ വരൂ. സംഗതി തെളിയിക്കേണ്ടത് എന്റെ ആവശ്യം കൂടിയാണല്ലോ. അവൾക്ക് ഭ്രാന്തില്ലെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം മുതൽ ഈ ജലജകുമാരിയുടെ മറ്റൊരു മുഖമായിരിക്കും എന്റെ പുന്നാര മോൾക്കും തമ്പിക്കും കാണേണ്ടി വരിക. അച്ഛനും മോളും അത്രയേറെ വിഷമിപ്പിക്കുന്നുണ്ടെന്നെ. സകലരുടെയും മുന്നിൽ എന്നും ജയിച്ചു നിന്നിട്ടുള്ള ആളാ മാണിക്യമംഗലത്ത് വീട്ടിൽ ജലജകുമാരി. ആ ഞാനിന്ന് ഒരച്ഛനും മോളും കാരണം മുഖം കുരിച്ചു നിൽക്കുക. അവര് രണ്ടാളും ചേർന്ന് നിരന്തരം എന്നെ തോൽപ്പിക്കുക. ആന്റി ജയിക്കണം. ആന്റി ഒരാളുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ മതിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ എനിക്കെല്ലാം അറിയാമല്ലോ. നിന്റെ ഈ ആന്റി സാമർത്ഥ്യക്കാരിയാണോ അല്ലയോ എന്ന് തമ്പി ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. നീ പോയി ആ സിദ്ധനെ കൂട്ടിക്കൊണ്ടുവാ. അവളുടെ നാഡീഞരമ്പ് മുറിച്ചിട്ടാണെങ്കിലും അയാൾ തെളിയിക്കണം അവൾക്ക് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന്. അത് തെളിയും. രണ്ടിലൊന്നും നമുക്കറിയാം ആന്റി. ആന്റി ഞാൻ ഇറങ്ങാം. ഇനി ഇവിടെ നിന്നാ മതിയുടെ കണ്ണിപ്പെടും. അതോടെ നമ്മുടെ പദ്ധതിയും പൊളിയും. ശരി. മഹാദേവൻ തമ്പി, നിങ്ങളുടെ സാന്നിധ്യം കൂടി ഇവിടെ വേണമായിരുന്നു. മോൾക്കൊരു ഭ്രാന്തുമില്ലെന്ന് ആ സിദ്ധൻ വിളിച്ചു പറയുന്ന നിമിഷം നിങ്ങൾ എന്റെ മുന്നിൽ ഉണ്ടാവണം. ആ നിമിഷം നിങ്ങൾക്കുണ്ടാകുന്ന ആഘാതമുണ്ടല്ലോ, അതെനിക്ക് നേരിൽ കാണണമായിരുന്നു. അച്ഛന്റെ ഒരു പുന്നാര മോള്. ദുഷ്ടന്മാരാ ചുറ്റിലും. ഞാനും എന്റെ അച്ഛനും മാത്രമേ നല്ലതുള്ളൂ. ബാക്കി എല്ലാരും ചീത്തയാ. മോളെ, മോളെ, മോൾ എന്ത് കാണിച്ചാലും ഞാൻ ക്ഷമിക്കും. മക്കൾ എന്ത് കാണിച്ചാലും അമ്മമാർക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മോളെ, കുറച്ച് കഴിയുമ്പോഴേ മോളെ കാണാൻ ഒരാള് വരും. ആര്? അത് ഒരാള്. എന്നെ പെണ്ണ് കാണാനാണോ ആള് വരുന്നത്? അയ്യേ, ഞാനില്ല. എനിക്ക് നാണമാവും. നിങ്ങൾ പോയി നിന്നാ മതി അയാളുടെ മുമ്പില്. ഓ, ഞാൻ അയാളുടെ മുന്നിൽ പോയി നിന്നിട്ട് ഒരു കാര്യവുമില്ല മോളെ. മോളെ കാണാനല്ലേ അയാൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് കാണാൻ വരുന്ന ആളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് നാണമാവുന്നു. അതിന് അയാള് വരുന്നത് മോളെ പെണ്ണ് കാണാനല്ലല്ലോ. പിന്നെ പിന്നെന്തിനാ അയാള് വരുന്നത്? അത് അത് മോളെ ഒന്ന് കാണാനാ. മോളുടെ അസുഖം വേഗം മാറാനുള്ള വിദ്യയൊക്കെ അയാളുടെ കയ്യിലുണ്ട്. മോളുടെ അസുഖം പെട്ടെന്ന് മാറണ്ടേ? അതിന് എനിക്കെന്താ സുഖമുള്ളത്? ഭ്രാന്ത്. എനിക്ക് ഭ്രാന്താണെന്നേ എപ്പോഴും ഞാൻ മറന്നുപോകും. ഭ്രാന്ത് മാറ്റുന്ന ആളാണെങ്കി വന്നോട്ടെ, അല്ലാതെ പെണ്ണ് കാണാൻ വരുന്ന ആളെയൊന്നും എനിക്ക് കാണണ്ട. മോളുടെ കല്യാണം മുമ്പൊരിക്കൽ കഴിഞ്ഞതാ. അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? എന്റെ കല്യാണം ഞാൻ അറിയാതെ എങ്ങനെ കഴിയും? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല. അത് ഓർമ്മയിൽ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. മോൾക്ക് വേറെ നല്ല കല്യാണം ഈ അമ്മ നടത്തി തരും. ശരി. ആന്റി, ഇതാണോ അസുഖം മാറ്റാൻ കഴിവുള്ള ആള്? ഞാനോ? ഇതല്ല മോളെ, ഇത് നമ്മുടെ സഞ്ജു അല്ലേ? സഞ്ജു അല്ല, സഞ്ജു. ആളെവിടെ സഞ്ജു? പുറത്തുണ്ട്. ആന്റി മതിയും കൂട്ടി വാ. വാ മോളെ, വാ മോളെ, പ്ലീസ്. മോളുടെ നല്ലതിനല്ലേ. വാ, നടക്കും. വാ. ആളെവിടെ? ദേ അയ്യേ, ഇതെന്ത് കോലം? ഇയാൾ എന്നെ പരിശോധിക്കൊന്നും വേണ്ട. ഇയാളോട് വേഗം സ്ഥലം വിടാൻ പറ. എടാ, ഇവിടെ സഞ്ജി വിളിച്ചോണ്ട് പോടാ ഇയാളെ. മോളെ, ഇയാൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വിട്. സ്നേഹത്തോടെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും, അത്രേ ഉള്ളൂ. നിന്റെ രോഗം ഭേദമാവണ്ടേ മോളെ?
ഭേദമാകണ്ട. എന്റെ രോഗം ഭേദാവാൻ എന്റെ അച്ഛൻ മതി. അതിന് ഇയാളൊന്നും വേണ്ട. സ്വാമി, എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവളല്ല ഇവള്. മനസ്സിലായി മഹതി. ഹാ? മഹതിയോ? മഹതിയല്ല, രാക്ഷസിയാ. രാക്ഷസി. വിടുക. മതി. അങ്കിളെ, അങ്കിളെ ഏത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ? കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇത് അങ്കിളല്ല, സിദ്ധന. ഒരുപാട് ജ്ഞാനമുള്ള ആളാ. മതിക്കോ എനിക്കോ പോലും വായിച്ചാ മനസ്സിലാവാത്ത ഒരുപാട് പുസ്തകങ്ങൾ ആളാ. ആണോ? ആ. ആഹാ. ഭ്രമം, ഭ്രമരം, അന്തരോക്തികൾ, ചിന്താസൂക്തം, അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ. അതെ, അങ്ങളുടെ പുസ്തകങ്ങൾ എനിക്ക് തരുവോ? സ്കൂളിൽ കൊണ്ടുപോവാനാ. അല്ലെങ്കിൽ വേണ്ട, മൊത്തം വലിച്ചു കീറി കടലാസ് വെള്ളം ഉണ്ടാക്കാം. മോളെ, എന്താ ഇത്? ഉം. സമയം കളയണ്ട. സഞ്ജു എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിജസ്ഥിതി എനിക്കറിയണം. ഉം. വിട്, കൈ വിട്. വിട്, എന്റെ കൈ വിട്. എനിക്ക് കൈ വേദനിക്കുന്നു. ആ, വിട്. വിടാൻ. എന്റെ കൈ വിടടൂ. ആ. ചിത്തഭ്രമത്തിന്റെ യാതൊരു സൂചനയും കാണുന്നില്ലല്ലോ. ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നവർക്കാ ഭ്രാന്ത്. 60,000 ചിന്തകൾ വരെ ഒരു ദിനം കടന്നുപോകുന്ന ഒരത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെക്കുറിച്ച് ആഴത്തിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവൾ ചിത്തഭ്രമം സംഭവിച്ചവളല്ല. ഒന്നുകൂടി പറയൂ സ്വാമി. ആ സത്യം ഞാൻ ഒന്നുകൂടി കേൾക്കട്ടെ. അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഭ്രാന്തുണ്ട്. ആ ഭ്രാന്തുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത്. എഴുതുന്നതും കണ്ടുപിടിക്കുന്നതും സവാരി ചെയ്യുന്നതും യുദ്ധം ചെയ്യുന്നതും അങ്ങനെ എല്ലാം മനുഷ്യന്റെ ഓരോ ഭ്രാന്തുകളാ. ഇന്ന് ഈ കാണുന്നതെല്ലാം ഇന്നലകളിൽ മനുഷ്യൻ അവന്റെ ഭ്രാന്തുകളാൽ കെട്ടിപ്പൊക്കിയതാണ്. പക്ഷേ ചിത്തഭ്രമം അങ്ങനെയല്ല. നിങ്ങളുടെ മകൾ ഈ പ്രകടിപ്പിക്കുന്നതൊന്നും മാനസിക അസ്വാസ്ഥ്യങ്ങളല്ല. ഉറപ്പാണോ? എന്റെ സിദ്ധികളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെ മകൾക്ക് ചിത്തഭ്രമം സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പ്രേതബാധയുടെ ഉപദ്രവം പോലും ഉണ്ടായതായി കാണുന്നുമില്ല. എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടോ പറഞ്ഞത്? എനിക്ക് ഭ്രാന്തുണ്ട്, മുഴുത്ത ഭ്രാന്ത്. എന്റെ ഭ്രാന്ത് മാറ്റിയിട്ട് താൻ ഇവിടെ പോയാ മതി. പറയടോ, എനിക്ക് ഭ്രാന്തില്ലടോ. പറയടോ. ഇല്ല, വിടില്ല. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇവിടുന്ന് പോയാ മതി. ഡോക്ടർ പറഞ്ഞല്ലോ എനിക്ക് ഭ്രാന്താണെന്ന്. എന്റെ അച്ഛൻ പറഞ്ഞല്ലോ ഭ്രാന്തുണ്ടെന്ന്. വിട്, വിടാൻ. പിന്നെ ഇയാൾക്ക് എന്താ അത് സമ്മതിച്ചത്? ഇദ്ദേഹം വലിയ മനുഷ്യനാ. വിട്, വിട്. ഇല്ല, വിടില്ല. പിടിച്ച് ചങ്ങലക്കിട്, അതാ നല്ലത്. ഈ ഭ്രാന്തിന് മരുന്നുമില്ല, മന്ത്രവുമില്ല. അയാൾ ഓടിപ്പോയത് കണ്ടോ? എനിക്ക് ഭ്രാന്താണെന്ന് അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഞാനും പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്തുണ്ടെന്ന്. എന്റെ അച്ഛനൊന്നും വന്നോട്ടെ, ഈ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. രാക്ഷസിക്ക് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചുട്ടടി മേടിച്ചു തരും. നീ ഇറങ്ങി പോടാ സഞ്ജി. ആന്റി, സിദ്ധം പറഞ്ഞു തന്നെ സത്യം. മതിക്ക് ഭ്രാന്തില്ല. എന്നിട്ട് അയാൾ പറഞ്ഞിട്ട് പോയതെന്താ? അവളെ ചങ്ങലക്കിടാനല്ലേ? ആന്റി, അത് പിന്നെ അയാളൊരു സാധാരണ സിദ്ധനല്ല. മനഃശാസ്ത്രം അരച്ച് കലക്കി പഠിച്ച മനുഷ്യനാ. ഭ്രാന്തിലെന്ന് പറഞ്ഞപ്പോ മതിയുടെ മുഖഭാവം ആന്റി ശ്രദ്ധിച്ചായിരുന്നോ? സ്വബോധമുള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു അപ്പൊ മതി. സിദ്ധന്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പേ മതി എന്താ ചെയ്തത്? സിദ്ധനെ ആക്രമിച്ചിട്ടായാലും തനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതല്ലേ ആന്റി ഇവിടെ ഇപ്പൊ നടന്നത്? എടാ സഞ്ജു, അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ ആർക്കു വേണ്ടിയാ ഈ വേഷം കെട്ടുന്നത്? അവൾക്ക് വേണ്ടിയോ, അതോ എന്നിൽ നിന്നകന്ന് തമ്പിയിലേക്ക് പോകാൻ വേണ്ടിയോ? ആന്റി, ആ സത്യം മതിക്ക് മാത്രമേ അറിയൂ. സഞ്ജു, ബോധപൂർവമാണ് അവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എനിക്കാവില്ല. ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന്
വെളിപ്പെടുത്താതെയാ ആ സിദ്ധം പോയത്. ആന്റി വിഷമിക്കേണ്ട. മതിയുടെ ഭ്രാന്തിന്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തവും ശക്തവുമായ റിസൾട്ട് കിട്ടിയാ പോരെ? അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കോളാം. അത് വേണം. അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി മകള് മനഃപൂർവ്വം കെട്ടിയാടുന്ന നാടകമാണോ ഇതെന്ന് എനിക്കറിയണം. അതോ എന്റെ മോള തമ്പിയോട് ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുകയാണോന്ന് തെളിയിക്കണം എനിക്ക്. ഒരച്ഛനും മകളും കൂടി ഇപ്പൊ എന്നെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇനിയും മുന്നോട്ട് പോയാൽ നാളെ ഒരു സിദ്ധനും കണ്ടെത്താൻ കഴിയാത്ത മുഴുഭ്രാന്ത് എന്റെ തലയ്ക്ക് കയറിയെന്ന് വരും. അതിനു മുമ്പ് രണ്ടിലൊന്ന് എനിക്ക് അറിയണം. സിസ്റ്ററെ, മെഡിക്കൽ ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു സിജ. ചീട്ട് വാങ്ങാനും എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് 6-7 പേരുണ്ട്. എന്നിട്ടും തിരക്കൊഴിയുന്നില്ല. ആ സിജ, CA വന്നത് പിച്ചലയുടെ മൊഴിയെടുക്കാനായിരുന്നില്ലേ? പിച്ചല എന്താ പറഞ്ഞേ? അത് പരാതിയൊന്നുമില്ലെന്നാ പിച്ചള പറഞ്ഞത്. പരാതി ഇല്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞു? പരാതി ഇല്ലെന്ന് പറഞ്ഞ ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കേണ്ടതാ. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരെ കണ്ടുപിടിക്കും? പിച്ചളയുടെ തീരുമാനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ തീരുമാനം എന്നല്ല, ഇതിനെ വിഡ്ഢിത്തെന്നാ പറയുന്നത്. കൊലപാതക ശ്രമമല്ലേ സിജ നടന്നേക്കുന്നേ? അത് ചെയ്തത് ആരാണെന്നെങ്കിലും അറിയണ്ടേ? നാളെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇതിലും വലിയൊരു അക്രമം നേരിടേണ്ടി വന്നാൽ പോലീസിനോട് പിച്ചല അപ്പോഴും പറയുമോ ഒരു പരാതിയില്ലെന്ന്? വരട്ട ആരോ ആളുമാറി കുത്തിയെന്നാ പിച്ചള പറഞ്ഞത്. ഇരുട്ടായതുകൊണ്ട് കുത്തിയത് ആരാണെന്നോ ഏതാണെന്നോ പിച്ചള കണ്ടതുമില്ല. അതാരായാലും അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനല്ല സിജ പോലീസൊക്കെ. അതേ ബാലേട്ട, പക്ഷേ പരാതിയില്ലെന്ന് പിച്ചള പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? സിജനെ തന്നെ പിച്ചളയുടെ പക്ഷത്ത് ശരി കാണാൻ ശ്രമിക്കുന്നത്? കേസും അന്വേഷണമായിട്ട് തന്നെ മുമ്പോട്ട് പോകണമായിരുന്നു. അല്ല ബാലേട്ട, അത് ഈ കേസും കോടതിയും ജയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ആളായിരുന്നല്ലോ പിച്ചള. അതൊക്കെ പാടെ മറന്നിട്ട് പിച്ചള ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനായില്ലേ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. അതുമാത്രമല്ല, കല്യാണം, കുടുംബജീവിതം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയ പിച്ചളയ്ക്ക് ഇതിൻ്റെ പേരിൽ ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കാൻ മനസ്സ് വന്ന് കാണില്ല. ചിലപ്പോൾ അതാവും. പിച്ചളയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ എടുത്ത തീരുമാനം ഏതാണ്ട് ശരിയാ ബാലേട്ട. മുന്നോട്ടുള്ള ജീവിതത്തെ കരുതി പിച്ചള എടുത്ത തീരുമാനം ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ സിജ, പുറത്തു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സംഭവത്തിൽ പല ആശങ്കകളും തോന്നിയെന്ന് വരാം. ഇതാളുമാരി സംഭവിച്ച ഒരു അപായമല്ല സിജ. ആരുടെയോ തലച്ചോറ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പിച്ചളയ്ക്ക് ഈ നാട്ടിൽ ശത്രുക്കളൊന്നും ഇല്ലല്ലോ ബാലേട്ട. ഒരു സാമാന്യ ബുദ്ധി വെച്ച് സിജൻ തന്നെ പറ. മുമ്പൊരിക്കെ പിച്ചളയുടെ മുമ്പിലേക്ക് അജ്ഞാതരാരോ ചാടി വീണ് കയ്യിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ കൈക്കലാക്കി. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിച്ചളയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. മൊത്തത്തിൽ പിച്ചളയ്ക്കെതിരെ ഒരു ഭീഷണി തന്നെ ഇല്ലേ സിജ? ഇല്ല ബാലേട്ട, പണം നഷ്ടപ്പെട്ട സംഭവം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളിൽ നിന്നും എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ പിച്ചള അത് നമ്മളോട് തുറന്നു പറയും. വരാനുള്ളത് വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പിറകെ പോയി ജീവിതത്തിൻ്റെ സമാധാനം കളയുന്ന എന്തിനാ? മരണത്തിന് കീഴ്പ്പെടാതെ പിച്ചള തിരിച്ചു വന്നത് മറ്റാർക്കും വേണ്ടിയല്ലല്ലോ ബാലേട്ട, ഈ ശിവാനിക്ക് വേണ്ടിയല്ലേ. ഒന്നാകുന്നതിന് മുമ്പേ ഇങ്ങനെ കണ്ണീരും യാതനകളും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നെങ്കിൽ അത് നാളെ ഇവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ വലിയ കെട്ടുറപ്പിനും സംതൃപ്തിക്കും വേണ്ടിയായിരിക്കും ബാലേട്ട. അതിനിടയിൽ കേസും പൊല്ലാപ്പൊന്നും വേണ്ട. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ സിജൻ പറഞ്ഞാലും കാര്യമുണ്ട്. സ്വസ്ഥതയും സമാധാനമാണല്ലോ ജീവിതത്തിൽ വേണ്ടത്. ബാലേട്ട, ശിവാനിയെ വീട്ടിലെത്തിക്കണ്ടേ? ഞാൻ കൊണ്ടുവിട്ടോളാം. വരുന്നതുവരെ ബാലേട്ടനൊന്ന് ഇവിടെ നിന്നാൽ മതി. ശരി, പോവാം ശിവാനി. വാ. ചെല്ലുമോളൂ. സിജന, എന്താ ശിവാനി? ബാലേട്ടനോട് സിജന പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഈ സംഭവത്തിൽ പരാതിയൊന്നും ഇല്ലെന്നും ആള് മാറിയ കുത്തുകൊണ്ടെന്നും. അത് ഒന്നുകൂടി എൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞ സിജന. അതെന്താ ശിവാനി അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സംശയമുണ്ട് വിനായകൻ അത് ചെയ്തെന്ന്. ഏയ് അല്ല ശിവാനി, വിനായകനാണെങ്കിൽ കുത്തുമ്പോ പിച്ചളയ്ക്ക് മനസ്സിലാവണ്ടേ? ഇത് ഒരു പരിചയമില്ലാത്ത ഒരാളാ. ആള് മാറിയത് തന്നെ ശിവാനി.
അന്ന് പൈസ തട്ടിയെടുത്തത് വിനായകനല്ലേ? അത് വിനായകൻ തന്നെയാ. എങ്കിൽ ഇതും വിനായകൻ തന്നെയായിരിക്കും. ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചപ്പോഴല്ലേ ഇത് സംഭവിച്ചത്? വിനായകനല്ലാതെ ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? അല്ല ശിവാനി, അത് വിനായകനാവാൻ സാധ്യതയില്ല. പിന്നെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചതൊന്നും വിനായകൻ അറിയാൻ വഴിയില്ലല്ലോ. ഇന്നലെ രാത്രിയല്ലേ സംഭവം നടക്കുന്നത്. പിച്ചളയും ഞാനും ആദ്യം വിനായകനെ തന്നെയാണ് സംശയിച്ചത്. പിന്നെ എങ്ങനെ കണക്കൂട്ടിയിട്ടും വിനായകനിലേക്ക് എത്തുന്നില്ല. അല്ല ശിവാനി, വിനായകനല്ല. ആണെങ്കിൽ അത് ഞാൻ നിമിത്തമാണല്ലോ എന്നുള്ളതാ എന്റെ ആദി. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കരുത്. ശിവാനി നിമിത്തമൊന്നുമല്ല ഇതൊന്നും സംഭവിച്ചത്. പിച്ചളയെ കുത്തിയത് വിനായകനൊന്നും അല്ല. വിനായകനാണെങ്കിൽ ഞങ്ങൾ വെറുതെ വിടുവോ? സമാധാനമായിട്ട് വന്നേ. അതെ, വേണ്ടാത്തതൊന്നും മനസ്സിലിട്ട് കൂട്ടാനും കഴിക്കാനും നിൽക്കണ്ട. വാ. ബാലേട്ടൻ വന്നില്ലേ സിജ? ബാലറ്റിന് അവിടെ നിൽക്കുക സീതെടുത്തി. ഐസു അല്ലേ, ഒരാൾ അവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ ശിവാനിയെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ വന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയാ. ആശുപത്രി ഭക്ഷണം കഴിച്ച് മടുത്തു. പിച്ചളയുടെ അവസ്ഥ നല്ല വ്യത്യാസമുണ്ട്. കുത്തിയതാരാണെന്ന് ഇപ്പോഴും അറിയില്ലേ? ഇല്ല, സംഭവം നടന്നത് ഇരുട്ടത്തായതിനാൽ പിച്ചളയ്ക്കും ആരെയും മനസ്സിലാക്കാനായില്ല. ആളുമാറി ചെയ്തതാകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ പിച്ചളെ എങ്ങനെ കുത്താൻ മാത്രം ശത്രു ആരാ ഉള്ളത്? മനസ്സിയാ പിച്ചള വന്നില്ല? മനസ്സിയാ പിച്ചള വരാറായിട്ടില്ല കുട്ടു. ഓരോ ദിവസം കഴിയും തോറും ആശുപത്രിയിലെ ബില്ല് എങ്ങനെ കൂടി വരിക. അത് വേറൊരു വശത്ത്. സീതെടുത്തി, ബില്ലൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവര് പറയുന്നവരവിടെ കിടന്നല്ലേ പറ്റൂ. ഒരാളെ കിട്ടിയ പരമാവധി പിഴിയാനേ ആശുപത്രിക്കാർ നോക്കൂ. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ കിടത്തുകയും ചെയ്യും. ആശുപത്രിക്കാരും ആയതുകൊണ്ട് പേടിച്ചിട്ട് ആരും ഒന്നും മിണ്ടുകയില്ല. അതാ ആശുപത്രിക്കാരുടെ ഒരു ധൈര്യം. അവിടെ അങ്ങനെ വലിയ അറുപ്പൊന്നുമില്ല. ആ ശിവാനി, അകത്തേക്കില്ല. കുട്ടു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. വാ ശിവാനി. സിജ, ആശുപത്രിയിലെ ബില്ല് മുൻകൂട്ടി വേറെ ആരോ അടച്ചെന്ന് ബാലേട്ടൻ പറഞ്ഞു. ആരാന്ന് മനസ്സിലായോ? അത് ഇല്ല സീതെടുത്തി. ആരെങ്കിലും ആള് മാറി അടച്ചതായിരിക്കോ? അല്ല, പിച്ചളയ്ക്ക് വേണ്ടി തന്നെയാ പൈസ അടച്ചിരിക്കുന്നത്. എങ്കിലും വല്ലാത്തൊരു അതിശയം തന്നെയായത്. പിച്ചളയ്ക്കാണെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്നിട്ട് ആരോ വന്ന ആശുപത്രി ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞാ അതിലെന്തോ ദുരൂഹതയില്ലേ സിജ? അതെ, ഇതിനെക്കുറിച്ച് പിച്ചള എന്താ പറഞ്ഞേ? പിച്ചള എന്ത് പറയാന്? പിച്ചളയ്ക്ക് യാതൊരു പിടിയുമില്ല. കുറ്റബോധം കൊണ്ട് ആരെങ്കിലും ചെയ്തതാകാനേ സാധ്യതയുള്ളൂ. കുറ്റബോധം കൊണ്ടോ? ആര്? എന്തിന്? പിച്ചളെ കുത്തിയവര്. പിച്ചളെ കുത്തിയതാരാണെന്ന് വ്യക്തമല്ലല്ലോ. ആളുമാറി ചെയ്തു പോയതാണെങ്കിൽ അതിനു പിന്നെ പ്രവർത്തിച്ചവർക്ക് കുറ്റബോധം കാണും. അവർക്ക് നേരിട്ട് രംഗത്ത് വരാൻ മടി കാരണം കൗണ്ടറിൽ പൈസ അടച്ചിട്ട് പോയതായിരിക്കും. അങ്ങനെ ആരെങ്കിലും ചെന്നാ ബില്ലടയ്ക്കാൻ പറ്റുമോ സിജ? അതിനെന്താ സീതെടുത്തി, ICU കിടക്കുന്ന ആളുടെ വിവരങ്ങൾ നൽകിയ പോരെ. അവർക്കാണെങ്കിൽ പൈസ കിട്ടിയാൽ മതി. ബില്ലടയ്ക്കാൻ വരുന്നവരെ കുറിച്ചൊന്നും അവർ തിരക്കാൻ നിൽക്കില്ല. എന്നാലും എനിക്കെന്തോ ഇതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെയുണ്ട്. അതുപോലെ പിച്ചളയെ കുത്തിയതിൽ കേസില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നും പറഞ്ഞു ബാലേട്ടൻ. അതെന്താ സിജ? അത് കേസെടുത്തിട്ട് എന്തിനാ സീതെടുത്തി? ഒരു തെളിവോ സൂചനയോ ഇല്ലാത്ത സ്ഥിതിക്ക് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവും അന്വേഷണം, തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞൊരു ബഹളം. അതിൻ്റെ കൂടെ നമ്മളും ചുറ്റി തിരിയേണ്ടി വരും. എന്തിനാ വെറുതെ? അതുകൊണ്ടാ കേസും പൊല്ലാപ്പൊന്നും വേണ്ടാന്ന് വെച്ചത്. പിച്ചള തന്നെയാ പരാതിയൊന്നുമില്ലെന്ന് പോലീസിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആർക്കെതിരെയാ പരാതി കൊടുക്കേണ്ടത്? ഞാൻ വല്ലതും കഴിക്കട്ടെ സീതെടുത്തി. വേഗം തിരിച്ച് ആശുപത്രി പോകണം. ഞാൻ ചെന്നിട്ട് വേണ്ടേ ബാലേട്ടൻ ഇങ്ങോട്ട് വരാൻ? ശരി.
മനസ്സിയോ ഇതെന്ത് കഴിപ്പാ മനസ്സിയാ? എന്റെ അമ്മോ, ഇങ്ങനെ ആർത്തിയോടെ നിന്നാ തൊണ്ട കുടുങ്ങൂലേ? ആശുപത്രി ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിച്ച് ഞാൻ മടുത്തു വിട്ടു. ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുന്നില്ലേ സിജ? അയ്യോ, ഇതങ്ങനെ നേരത്തെ തീരുമാനിച്ചൊന്നുമല്ല. ആ, ഡെയിനി ഇങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കണം തോന്നുമ്പോ മനസ്സിനൊന്ന് വിളിച്ചു പറയണം കേട്ടോ. ഞാനും വല്യച്ചി മനസ്സിന് വേണ്ടി ഒത്തിരി കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇല്ല വല്യച്ചി? അതെ, ഈ കുട്ടാപ്പു ഇന്ന് പകൽ ഉറങ്ങിയതേ ഇല്ല സിജ. കുസൃതിയും കുരുത്തക്കേടുമായിട്ട് ഇരിക്കുകയായിരുന്നു. അതന്നെ. അതുകൊണ്ട് എനിക്ക് അടുക്കളയിലോട്ട് എത്തി നോക്കാൻ പോലും പറ്റിയില്ല. ഇനിയിപ്പോ ഉള്ളതുകൊണ്ട് കഴിക്കും. സീതാർത്തി, ഇത് തന്നെ ധാരാളമല്ലേ? ഇനി മുളക് ചമ്മന്തി മാത്രമാണ് ഉള്ളതെങ്കിലും വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോ വയറും മനസ്സും അങ്ങോട്ട് നിറയും. 100 കൂട്ടം കറി കൂട്ടി വെളിയിൽ നിന്ന് കഴിച്ചാൽ കിട്ടുമോ ഈ ഒരു രുചി? അതില്ല. അതെ, മനസ്സിനെ ആശുപത്രിയിലെ ഭക്ഷണം ഒന്നും കഴിക്കണ്ട. വിശപ്പ് തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നാ മതി. അവിടുത്തെ ഭക്ഷണം അത്ര മോശമൊന്നും അല്ല കുട്ടു. ഞാൻ മാത്രമല്ലല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാരും അവിടെ നിന്നല്ലേ കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ കുട്ടു എല്ലാരും ആശുപത്രി വരുന്നത്. അത് ശരിയാ. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആവുമ്പോ ആൾക്കാർ കിട്ടുന്നത് കഴിച്ചു പോകുന്നതാ. അതിന്റെ രുചിയും മണമൊക്കെ ആര് നോക്കാനാ? അല്ലേ സീതർത്തി? മതിയോ? ഏകദേശം ഒന്ന് നിറഞ്ഞു. പിടിച്ചോ. ആ, പിച്ചളെ നാളെ വാർഡിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. വാർഡിലേക്ക് മാറ്റിയ രാവിലെ മുതൽ പിച്ചളയ്ക്ക് ശിവാനി കൂട്ടിരിക്കും. പിച്ചളെ ഓർത്ത് ഇപ്പോഴുള്ള ആദ്യ വെപ്രാളൊക്കെ അതോടെ മാറിക്കിട്ടും. എന്റെ സിജ, പിച്ചളയുടെ അടുത്തേക്കൊന്ന് എത്താൻ വേണ്ടി ആളിവിടെ വെമ്പി നിൽക്കുക. ഞാൻ ഇറങ്ങട്ടെ, നേരെ വൈകി. ആ, പിന്നെ ബാലേട്ടൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു കവർ തൈര് വാങ്ങാൻ പറയണേ. ആ, ശരി ശരി ശിവാനി, വാ കുട്ടു. അവിടെ ആശുപത്രിയിൽ ഐസുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും മനസ്സിവിടെയാ. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. അല്ല, ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അവിടെ പിച്ചളയുടെ അടുത്തല്ലാരും ഇല്ലാത്ത. കുട്ടു കാണിക്കുന്ന ഈ പക്വതയാണ് എനിക്കൊരു ആശ്വാസമായിട്ട് തീരുന്നത്. എന്റെ കുട്ടു ഇപ്പൊ ഏറെ വളർന്നിരിക്കുന്നു, മാറിയിരിക്കുന്നു. എന്തായാലും പിച്ചളെ നാളെ വാർഡിലേക്ക് മാറ്റുമല്ലോ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ശിവാനിക്ക് നിൽക്കാം, എനിക്കിങ്ങോട്ട് വരികയും ചെയ്യാം. അതെ, ഇനി വൈകിയ ശരിയാവത്തില്ല. ബാലേട്ടന് വണ്ടി ഓടിച്ച് വരേണ്ടതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. കുഞ്ഞുമണിയെ ശരിക്കും നോക്കിക്കോണം. കുഞ്ഞുമണി ഞാൻ ശരിക്കും ശരി. പിച്ചിലെ വാർഡിലോട്ട് മാറ്റിന്ന് സിജൻ വിളിച്ചു പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ വിഷമം? ദേ, ഇങ്ങനെ മൂടിക്കെട്ടിയ മുഖമായിട്ട് ആശുപത്രി ചെല്ലരുത്. നമ്മൾ വിഷമവും കാണിച്ച് മുഖം വീർപ്പിച്ച് നിന്ന ആശുപത്രിയിലുള്ളവരുടെ വിഷമം കൂടിയല്ലേ ഉള്ളൂ. അതിനല്ലല്ലോ നമ്മൾ പോകുന്നത്. ദേ, ഈ മുഖത്തെ വിഷമം അങ്ങ് മാച്ചു കളഞ്ഞേക്ക്. ബാലേട്ട, സിജൻ വിളിച്ചപ്പോഴേ പിച്ചളയുടെ ഡിസ്ചാർജിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ ബാലേട്ട? ഇല്ല, വാർഡിലേക്ക് മാറ്റിയല്ലേ ഉള്ളൂ. എന്തായാലും കുറച്ച് ദിവസം പിടിക്കും ആശുപത്രി വിടാൻ. ആ, എവിടെയായാലും റെസ്റ്റ് എടുത്തല്ലേ പറ്റൂ. അത് അവിടെ ആവുന്നത് തന്നെയാ നല്ലത്. പിന്നെ ഒരാളവിടെ നിൽക്കണമെന്നല്ലേ ഉള്ളൂ. ദാ ബാലേട്ട, സിജന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിവിടെ കൊണ്ടുപോണ എന്താ ഇത്? മനസ്സിനുള്ള ഭക്ഷണോ? മനസ്സിന് മാത്രല്ല, പിച്ചലയ്ക്കും ഉണ്ട്. ഇന്നലെ രാത്രി മനസ്സിയം പറഞ്ഞില്ലേ ആശുപത്രിയിലെ ഭക്ഷണം ഒന്നും പിടിക്കുന്നില്ലാന്ന്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഉണ്ടാക്കിയതേ ഇത്. വീട്ടിലുണ്ടാക്കിയത് കഴിക്കാനാ എന്റെ മനസ്സിന് ഇഷ്ടം. നമ്മൾ ഇവിടുന്ന് കഴിക്കുമ്പോ മനസ്സിന് പിച്ചലക്കും കൊടുക്കണ്ടേ? നന്നായി മോളെ, നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യ നീ ഇപ്പൊ ചെയ്തത്. നന്നായി. നമ്മുടെ കുട്ടിമണി ഇപ്പോ ശരിക്കും ഒരു കുടുംബിനിയായി മാറിക്കഴിഞ്ഞു. ആ, വേഗം പൊയ്ക്കോ വലിയേട്ടാ. മനസ്സിനും പിച്ചലക്കും വിശക്കുന്നുണ്ടാവും. ശരി, വാശിവായി. ശരി. അയ്യോ അയ്യോ, പിച്ചല എപ്പോ ആശുപത്രിയിൽ നിന്ന് വരുമെന്നേ വലിയേട്ടനോട് ചോദിക്കാൻ വിട്ടുപോയി. അതെ, കുറച്ചു ദിവസം കഴിയും കുട്ടിമണി പിച്ചല ആശുപത്രിയിൽ നിന്ന് വരാൻ. ഇന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പിച്ചലെ.
അപ്പോ അത്രയും ദിവസം മനുഷ്യനും പിച്ചളയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിടണമായിരിക്കും അല്ലേ? അത് സാരല്ല കേട്ടോ. നാളെ മുതൽ ഞാനും സഹായിക്കാം. ആ, അത് കൊള്ളാം. എപ്പോഴാണ് ഡോക്ടറെ എനിക്ക് പോവാൻ പറ്റുക? 2 ദിവസം കൂടെ ക്ഷമിക്ക്. ഹോ, വല്ലാത്ത മടുപ്പ്. ഒരിടത്ത് എങ്ങനെ ഇരുന്നും കിടന്നുള്ള ശീലം എനിക്കില്ല ഡോക്ടറെ. എന്നെ എത്രയും വേഗം ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കണം. ഒരിത്തിരി ശുദ്ധവായു കൊണ്ടോട്ടാ ഞാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അകത്തും പുറത്തുള്ള മുറിവുകളൊക്കെ ഉണങ്ങണ്ടേ? ശരി. എന്റെ വായി പണ്ട് ജയിലിൽ കിടന്നപ്പോ പോലും ഇങ്ങനെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല ബായി. കുത്ത് കിട്ടിയതിനേക്കാളും വലിയ ശിക്ഷ ആശുപത്രിയിലുള്ള ഈ കിടപ്പ്. പിച്ചളെ 2-3 നാൾ കൂടി സഹിക്ക്. സഹിക്കാൻ ബായി. ഇതൊരു 2ാം ജന്മല്ലേ. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം എനിക്ക് ആ വിനായകനൊന്ന് കാണണം. അയാളെ ഞാൻ കണ്ടു പിച്ചളെ. ഇതിൻ്റെ പേരിൽ നമുക്ക് കേസും പരാതി ഇല്ലെന്നറിഞ്ഞിട്ട് അവൻ വെറുകൊണ്ടിരിക്കുക. കത്തിയും കടാരയായിട്ട് അവൻ മുന്നോട്ട് വരുംതോറും നമ്മൾ പിന്നോട്ട് പോകുന്നത് എന്തിനാണെന്ന് അയാൾക്കറിയില്ലല്ലോ. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ബായ്. നമ്മളിങ്ങനെ എത്ര ദൂരം പിന്നോട്ട് പോവും? നോക്കാം പിച്ചളെ. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല. വലിയ വിനയായിട്ട് വരുന്ന വിനായകനോട് പോലും ജീവിക്കാൻ അനുവദിക്കണമെന്നല്ലേ നമ്മൾ യാചിക്കുന്നത്. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല ബാലേട്ടാ, കഴിക്കണം. ആ, ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, കുട്ടിമണി ഉണ്ടാക്കി തന്നു വിട്ടതാ. ഇന്നലെ രാത്രി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിച്ച് മടുത്തു. അത് മനസ്സിരുന്നോണ്ടായിരിക്കും കുട്ടൂന്ന് അടുക്കള കയറിയത്. അതാ തിരിച്ചറിവ്. സിജന്റെ കാര്യത്തിൽ കുട്ടിമണിക്കുള്ള ശ്രദ്ധ ഇപ്പൊ അത്രയ്ക്കുണ്ട്. ഇവിടുത്തെ കഞ്ഞിയും കറികളും കൂട്ടി ഞാനും മടുത്തിരിക്കുകയായിരുന്നു ബാലേട്ട. കുട്ടിമണി പെങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ പിച്ചളെ. പിന്നെ പിച്ചളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ദേ ശിവാനി വെച്ച് തരില്ലേ? ശിവാനിയുടെ കൈപ്പുണ്യം അസാധ്യമാ. ശിവാനി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണല്ലോ. ആ ശിവാനി, ചൂടാറുന്നതിന് മുമ്പ് 2 ആൾക്കും ഭക്ഷണം എടുത്തു കൊടുക്ക. ആ, ആദ്യം പിച്ചളയ്ക്ക് കൊടുക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അതെന്താ ഭായി അങ്ങനെ? അയ്യോ, അങ്ങനെ ഒന്നും ഇല്ലേ. ഭായി കഴിച്ചേക്ക്. ശിവാനി കൊടുക്ക്. ആദ്യം എന്നെ ഇതിൽ നിന്നൊന്ന് എണീപ്പിക്കും. എനിക്ക് പിച്ചളെ. ആ, ഇനിയിപ്പോ എന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിച്ചളയെ നോക്കാനും കാണാനും ദാണ്ട ഒരാൾ എത്തിയിരിക്കല്ലേ. അങ്ങനെ ഒരാള് വന്ന തീരുന്നതാണോ ഭായി നമ്മുടെ ബന്ധം? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ പിച്ചളെ. ചിലര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാ തുറന്നു. പക്ഷെ പിച്ചള വാ തുറന്ന എന്തെങ്കിലുമൊക്കെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടില്ലേ സിജ അവരുടെ സന്തോഷം? ഇവിടെ നിന്ന് ഇറങ്ങിയാലുടനെ നമുക്ക് ഇവരുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇനിയിപ്പോ വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ട. ഒരു രജിസ്റ്റർ മാരേജ് അങ്ങനെ ചിന്തിച്ചാൽ മതി ബാലേട്ടാ. എന്തിനാ വച്ച് നീട്ടുന്നേ? അവരവരുടെ ജീവിതം തുടങ്ങട്ടെ, അല്ലേ ബാലേട്ടാ? അതെ, ഈ തീരുമാനം തന്നെയാ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ലത്. ഇനി ഒരു തടസ്സവും ഇവരുടെ മുമ്പിൽ ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. ഇല്ല ബാലേട്ടാ, ഇനി ഇവരെ പിരിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. ഇനി കല്യാണം, അതിനുശേഷം പഴയതുപോലെ എനിക്കും പിച്ചളയ്ക്കും ഒരു ജോലി നോക്കി ഇറങ്ങണം. കാശില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ബാലേട്ട. ഇവിടെ തന്നെ ബാലേട്ടനൊരു കൈത്താങ്ങായി കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? സിജ, ആപത്തിൽ ഉപകരിക്കുന്നവനാ മനുഷ്യൻ. ദയ, കാരുണ്യം, ഇത് രണ്ടും മാത്രം മതി ഈ ലോകം നന്നാവാൻ. ഉള്ളിലതുണ്ടെങ്കിൽ കൊല്ലാനുയർത്തിയ കത്തി പോലും തനിയെ താഴ്ന്നു പോവും. നന്മ മാത്രം ചിന്തിക്കുന്ന സിജന്റെ കൂടെ എന്തിനും ഏതിനും ഈ ബാലേട്ടനുണ്ടാവും. ബാലേട്ടൻ മാത്രമല്ല, വയലോരം വീട്ടിലെ എല്ലാവരും. ഈ മനുഷ്യൻ ഒരു ശ്രദ്ധയില്ല, എല്ലാം കുത്തിമറിച്ചിട്ടേക്കുവാ. ഞാൻ ഒറ്റ ഒരുത്തി ഉള്ളു ഇതെല്ലാം ശരിയാക്കാനായിട്ട്. എനിക്ക് വയ്യ. എത്ര വൃത്തിയാക്കി വെച്ചാലും സൂക്ഷിക്കൂല. ഈ മനുഷ്യന് ഇത് എന്തിന്റെ കേടാ?
പൈസ. വല്യേച്ചി, ദേ ഇത് കണ്ടോ? എന്താ ഇത് കുട്ടിമണി? ഇത് കണ്ടോ പൈസ? ഇതെവിടുന്ന ഇത്രയും പൈസ കുട്ടിമണിക്ക്? മുറിന്ന്. മുറിയുന്നോ? ആ അതെ വല്യേച്ചി, ഞാൻ അവിടുന്ന് തുണികളും മറ്റും എടുത്ത് മാറ്റിയപ്പോ കിട്ടിയതാ. ഈ പൈസ എങ്ങനെ മുറി വന്നു? എനിക്കറിയില്ല വല്യേച്ചി, എനിക്കങ്ങ് പേടിയാവുന്നു. കുട്ടിമണി പേടിക്കണ്ട. ഈ വീട്ടിൽ ആരെങ്കിലും അറിയാതെ ഇത്രയും പൈസ ഇവിടെ വരില്ല. ആരെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെച്ചതാ ഈ പൈസ. അതാരായിരിക്കും? വയറ് മാത്രല്ല നിറഞ്ഞത്, മനസ്സും നിറഞ്ഞു. അത്രയ്ക്ക് നല്ല രുചിയായിരുന്നു. കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഇതാ. കുട്ടിമണി പെങ്ങള് ഈ പാചകത്തിന്റെ ഗുട്ടൻസൊക്കെ എങ്ങനെ പഠിച്ചെടുത്ത്? സമ്മതിക്കണം കേട്ടോ. അത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പായസം ഉണ്ടാക്കിയും മരുന്നുണ്ടാക്കിയും പാചകം ചെയ്തുമൊക്കെ കുട്ടു ഓരോ തവണയും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സിജൻ കഴിക്കുന്നില്ലേ? കഴിക്ക് സിജണ്ണ. ആ കഴിക്കാം. ഹലോ, നേരാണോ? ശരി, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചോളാം. എന്നും കുട്ടിമണിയെ ബുദ്ധിമുട്ടിച്ചാൽ ശരിയാവില്ലല്ലോ. നാളെ ഞാൻ വെച്ചുണ്ടാക്കിക്കൊണ്ട് വരാം. സിജ, ഒന്നിങ്ങ് വന്നേ. എന്താ പറയട്ടാ? വാ. എന്താ പറ്റിയത്? അറിയില്ല. ബാലേട്ടാ, ഏതാ പണം? ഏത് പണം ബാലേട്ടാ? വീട്ടിലെ സിജന്റെ മുറിയിൽ നിന്നും കിട്ടിയ പണം. കുട്ടിമണിക്ക് ആ മുറിയിൽ നിന്ന് പണം കിട്ടിയത്. കുട്ടിമണി അത് നേരെ സീതയെ കാണിച്ചു. അത് ലക്ഷങ്ങൾ വരുമെന്നാ സീത പറഞ്ഞത്. അത്രയും പണം അവിടെ എങ്ങനെ വന്നു? ബാലേട്ടാ, അത് പിന്നെ സിജൻ അറിയാതെ ആ മുറിയിൽ അത്രയും പൈസ വരില്ല. അവിടെ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു പൈസ. പറയ സിജ, സിജൻ അത് എവിടുന്ന് കിട്ടി? അത് എനിക്ക് ഉള്ളിൽ കള്ളത്തരമുള്ളതുകൊണ്ടാ ഇങ്ങനെ വാക്കുകൾക്ക് വേണ്ടി തപ്പേണ്ടി വരുന്നത്. ചോദ്യത്തിന് അർത്ഥം മുറിച്ചൊരു ഉത്തരവായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ബാലേട്ടാ, ഇവിടുത്തെ ആശുപത്രി ചെലവിന് വേണ്ടി ഞാൻ... സിജൻ എന്തായി പറയുന്നേ? ആശുപത്രി ചെലവിനുള്ള പൈസ ആയിരുന്നെങ്കിൽ അതെന്തിനു വീട്ടിൽ ഒളിപ്പിച്ചു വെക്കണം? മുറിയിൽ നിന്ന് പൈസ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചപ്പോ സീത ചോദിച്ചെന്താണെന്നറിയൂ? പിച്ചളയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറയുന്ന പൈസയാണോ അതെന്ന്? അതാണോ? ബാലേട്ടാ, ആ പൈസ എങ്ങനെ അവിടെ വരും? അതല്ലെങ്കിൽ പിന്നെ ഏതാ പൈസ? സിജൻ അത് എവിടുന്ന് കിട്ടി? മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും കൂടെ നിൽക്കുന്നവരെയാണല്ലോ സിജ പല രീതിയിൽ സിജൻ പറ്റിക്കുന്നത്. പുറത്തു തരില്ല, ഒരു ദൈവം പുറത്തു തരില്ല. ബാലേട്ടാ,